ആ വണ്ടിയിൽ വന്ന കുട്ടികളെവിടെ? എന്താ കാര്യം? അത് തന്നോട് പറയാനുള്ളതല്ല. താൻ ചെന്ന് അവരുടെ അച്ഛനെ വിളിച്ചോണ്ട് വന്നേ. അവരുടെ അച്ഛനെ? എന്താ അവർക്ക് അച്ഛനില്ലേ? ഉണ്ട്. ആ, എന്നാ ചെന്ന് വിളിച്ചോണ്ട് വാ. വിളിക്കണം. ശരി, വിളിക്കാം. കുട്ടികളുടെ അച്ഛനെയല്ലേ അന്വേഷിച്ചത്? ഇതാണ് അവരുടെ തന്ത, ഞാൻ, ഇവിടുത്തെ ഗൃഹനാഥൻ. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. കാര്യം എന്താന്ന് വെച്ചാ പറ. വെച്ചേ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കുട്ടികളെ വണ്ടിക്കാരനെ ഞങ്ങളെ വഴി വെച്ച് തള്ളിയിട്ടു. നോക്ക്, എന്റെ കാല് പൊട്ടി. അവർക്ക് രണ്ടുപേർക്കും ഫ്രാക്ചർ ഉണ്ട്. കഷ്ടമായി പോയി. മക്കളൊരു കാര്യം ചെയ്യും, വേഗം ഏതെങ്കിലും ആശുപത്രി പോ, സമയം കളയണ്ട. തന്റെ സിമ്പതി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ മക്കൾക്ക് എന്തോ വേണം? ആ കുട്ടികളെ വണ്ടിക്കാരന് ഞങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറയണം? എനിക്ക് വിരോധമില്ല, വാ വരാൻ. ഈ ചേച്ചിയോടെ നിങ്ങൾ മാപ്പ് പറയണമെന്ന്. നിങ്ങൾ മാപ്പ് പറയുന്നോ? ഇല്ലേ? അയ്യോ, അവർക്ക് വയ്യെന്ന്. പിന്നെങ്ങനെ കുഞ്ഞാപ്പിച്ചേട്ടാ? നിങ്ങൾ പറയുന്നോ? അത് പറയായിരുന്നു. പക്ഷെ ഇത്രയും പ്രായമുള്ള ഞാനേ ഈ പൊടിപ്പിള്ളേരടുത്ത് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? അത് കഷ്ടമാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? അയ്യോ, ശരിക്കല്ലേ, ഇതിന് ദേഷ്യം വരും. നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇനി എല്ലാരും ചിരിച്ചേ. കുട്ടികളെ കൊണ്ടല്ല, അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം. കൺട്രി അവന്റെ അഹങ്കാരം കണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് തോറ്റെടുക്കാൻ പാടില്ല ചേച്ചി. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം. എനിക്കവിടെ ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. കാരാട്ടയും കുങ്ഫു ചേർത്ത് രണ്ടാമത് കൊടുത്താലെന്ന് കരുതിയതാ. പിന്നെ എന്താണാവോ ബ്രൂസ്ലി ചേട്ടൻ കയ്യും കെട്ടി അങ്ങ് നിന്ന് കളഞ്ഞത്? അത് പിന്നെ ആനിമൂള് ചോദിച്ചല്ലേ ഞങ്ങളുടെ നേതാവ്. ആ നേരത്തൊരു സിഗ്നലിംഗ് ഒന്നുകൂടായിരുന്നു. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എന്റെ കർത്താവേ, പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ യോഗം ഉണ്ടെന്ന് ജാതകത്തിൽ പറഞ്ഞത് നേരായി. എടാ യോഹന്നാൻ കുഞ്ഞെ, അരുമ സന്താനമേ, നീ ഇപ്പൊ അപ്പച്ചനെ കൊന്നു കളഞ്ഞാലോടാ. ഏട്ടാ നിന്റെ പോട്ടെ അങ്കിൾ, യോഹന്നാൻ കുഞ്ഞിന് ഒരു അബദ്ധം പറ്റിയതല്ലേ? ഇതുപോലൊരു 4-5 അബദ്ധം കാണിച്ചാ അപ്പച്ചന്റെ ചീട്ട് എളുപ്പം വെട്ടാം. എടാ ശലമോൻ കുഞ്ഞെ, നിന്റെ അടുത്തും കാണണല്ലോ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. അപ്പച്ചനിട്ട് തന്നെ തരണട്ടാ. ചിരിക്കുന്ന കണ്ടില്ലേ അവള്? തേരട്ടെ പോലെ ഇഴഞ്ഞു നടന്ന പിള്ളേരാ. വെക്കേഷന് നീ വന്നത് മുതലാ ഇവരുടെ ചാടലും പറക്കലും ഒക്കെ. കണ്ടോ, ഇപ്പൊ ഞാനായി പ്രതി. വേണ്ട, ഞാൻ നാളെ തന്നെ പോയേക്കാം. കേസ് തീരുമല്ലോ. അയ്യേ, ഞാൻ തമാശ പറഞ്ഞതല്ലേ അനിമോളെ. വേണമെങ്കിൽ നീയും അങ്കിളിട്ട് 2 തന്നോ, തയ്ച്ചോളാം. ജാതകത്തിൽ ഇനി അതും കൂടി ചേർത്താ മതിയല്ലോ. എന്താ കുഞ്ഞിനാമേ? കുളി കഴിഞ്ഞായിരുന്നോ? തല നല്ലോണം തോർത്തിയോ? പനി പിടിക്കണ്ട. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ വേണോ, കാപ്പി വേണോ? അല്ലെങ്കിൽ വേണ്ട, കുളിക്കാൻ പോകുന്നതിന് മുമ്പല്ലേ ചായ കുടിച്ചത്. ഹോർലിക്സ് ആയാലോ? അത് വേണ്ട, നമുക്ക് ബൂസ്റ്റ് എടുക്കാം. എന്റെ പൊന്നു കുഞ്ഞിനാമേ, നീ എന്നെ ഇങ്ങനെ പരിപോഷിപ്പിക്കാതെ. കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണോന്ന് എനിക്ക് കൊതിയുണ്ട്. വേണ്ടെങ്കി വേണ്ട. അല്ലെങ്കിലും കഞ്ഞിയും കപ്പയും കഴിച്ചിട്ടുള്ള പാരമ്പര്യമല്ലേ നിങ്ങൾക്ക്? കേട്ടോടി ആനിമോളെ, തിന്നണേയും കുടിക്കണേയും കാര്യം പറയുമ്പോ ഈ ഔസേപ്പച്ചന് എപ്പോഴും ഒരു ഇടം തിരിവാ. നിന്റെ അപ്പച്ചനോ മറ്റോ ആയിരുന്നിരിക്കണം. വിളമ്പി വെച്ചാൽ തിന്നുന്ന കണ്ട് വിളമ്പിയോരുടെ മനസ്സ് അറിയും. അതിന് മരിച്ചുപോയ ഇവരുടെ അപ്പച്ചൻ എന്തിനാ? നിലവിലുള്ള നമ്മളെ 2 സന്താനങ്ങൾ മതിയല്ലോ നിന്റെ മനസ്സ് നിറയ്ക്കാനും എന്റെ തടി കേടാക്കാനും. അന്നത്തെ നിന്ദിക്കാതെ ഔസേപ്പച്ചോ, കർത്താവ് പൊറുക്കത്തില്ല. അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയും. എന്റെ മക്കൾക്ക് എന്താ വേണ്ടത്? ജ്യൂസ് എടുക്കട്ടെ? ഓറഞ്ച് വേണോ, ആപ്പിൾ വേണോ? ആനിമോക്കോ? ആന്റിയുടെ ചോദ്യം കേൾക്കുമ്പോഴേ എനിക്ക് കഴിച്ച പോലെയാ. ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ അടുക്കള കിടന്ന് അറിയിക്കുന്നു? വേണമെങ്കിയാ പോക്ക്. ഇനി ഒന്നും ഉണ്ടാക്കണ മട്ടില്ല. സാരില്ല, ഒരു ദിവസമെങ്കിലും സുഖമായിട്ട് അത്താഴപ്പട്ടിണി കിടക്കാനോ. അത്താഴത്തിന് എന്താ വേണ്ടേ?
കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ അതോ ബീഫ് മതിയോ? കോഴി വേണോ? ആ ഇതെവിടെ ഉണ്ടെന്ന് കോഴി എന്നാ. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരും തേടി തേടി കള്ളനെ പിടിച്ചോണ്ട് വാ. മര്യാദയ്ക്ക് ഓരോരുത്തരായി ചെന്ന് ആനമോള് ചോദിച്ചിട്ട് മാപ്പുറ. എന്തിനൊന്നോ? ഇന്നലെ ഞങ്ങള് വീട്ടിന് ഞങ്ങളെ വീട്ടിലല്ലോ വീണതല്ലേ? ചേട്ടന്മാരോടാണോ തർക്കുത്തരം പറയുന്നത്? ചെല്ല്, മിണ്ടാണ്ട് പോയി മാപ്പുറ. മനസ്സില്ല മനസ്സില്ല മനസ്സില്ലേ? ചുമ്മാ ചെന്നൊന്ന് വരട്ടാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. യോഹന്നാൻ കുഞ്ഞെന്തിനാ കുട്ടിയെ തള്ളിയിടാൻ പോയേ? ഷർട്ടിന് കയറി ഒന്ന് പിടിച്ചതേ ഉള്ളൂന്നേ. അലച്ചിങ്ങടെ താഴെ വീഴുന്നത് ഞാൻ കരുതിയോ? കഷ്ടമായി പോയി. കൊച്ചു കുട്ടിയല്ലേ, അതിന് നൊന്ത് കാണൂലേ? നമ്മള് മുതിർന്നവര് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്റെ പിള്ളേരേച്ചെല്ലാം പള്ളിയിലെ അപ്പച്ചനോട് പറഞ്ഞ ഞാൻ കേട്ടാ. എന്താ പ്രശ്നം? എന്റെ അമ്മേ, എന്താ വേദനക്കുണ്ടെന്ന് എവിടെ നിന്ന് പുത്രനെയും പിള്ളേരും പോക്കൃത്തരം കാണിക്കുന്നില്ലേ അവരതിര്? ആ ഔസേപ്പച്ചൻ ആരാണെന്നാ കരുതിയേ? ഈ ഇടവകയിലെ ഒരു പ്രമാണി, പള്ളി കമ്മിറ്റിയുടെ ഖജാൻജി, ഇടവക സ്ഥലം സൗജന്യ വാടകയ്ക്ക് വിട്ടുവന്നതേ ഔസേപ്പച്ചൻ കൂടെ ചേർന്നാ. എന്നിട്ട് ഒടുക്കം കേട്ടപ്പോ ഞാൻ കൊച്ചായിപ്പോയി. കുട്ടികളല്ലേ അച്ഛോ, അറിയാതല്ല, അറിവ് കൂടിപ്പോയിട്ടാ. അഹമ്മതി, നെകളിപ്പ്, എറിയാൻ വേറെ ഒന്നും കിട്ടിയില്ല. മൊട്ടേ കോഴിമുട്ട, അത് ഒന്നും രണ്ടും അല്ല 10 അത്രയും മുട്ട വിറ്റാ ഒരാഴ്ച ചെലവിനുള്ള കാശ് കിട്ടും. ആ കാശിന് ഗതിയില്ലാതെ വഴി തെന്നിടുന്ന ഇവറ്റകളെ പിടിച്ച് മെത്തേക്ക് എടുത്താൻ നോക്കിയത് എന്റെ തെറ്റ്. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ ശരിയാ. തെണ്ടി പിള്ളേര് നന്നാവത്തില്ല. എല്ലാം എന്റെ തെറ്റാ. ഇടവക പ്രമാണിയുടെ മക്കൾ, അവർക്ക് എന്തോ ആവല്ലോ. അതുപോലെയാണോ തെരുവിൽ വളർന്ന ഇവര്? ഞാനത് ഓർത്തില്ല. പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ ക്ഷമിക്ക്. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. തന്നെ ഈ കുട്ടികളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചു പോയി. കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ബാ, താൻ കുട്ടികളെ ഒരുപാട് തല്ലി. കരയണ്ട കേട്ടോ. എന്താ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഓ, തല്ലിയതിലുള്ള പ്രതിഷേധം. തോന്നിവാസം കാണിച്ചാ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ? അതിന് ആഹാരത്തോടെ പണങ്ങുന്ന എന്തിനാ? വാ, വന്ന് വല്ലതും കഴിക്കേ. വരില്ലല്ലേ? അങ്ങനെയാണോ?
1 2 3 4 5 6 7 8 9 10 ദേ ഏത്ത വിട്ടു. ഇനി വന്നില്ലേ ചേട്ടൻ പിണങ്ങും. നോക്ക്, നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ? എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടനൊരു അഭിമാനമുള്ളൂ. ദേ ചേട്ടന് ഭയങ്കര വിശപ്പ്. വന്നേ എല്ലാരും. റെഡി? 1 2 3. വരില്ലല്ലേ? വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. ആ മതിയല്ലേ? പിണക്കം മാറിയോ? എനിക്ക് തുടങ്ങാം. പോയി കടന്നുകൂട്ടി ചെന്ന് കല്ലെറിഞ്ഞിട്ട് അവസാനം കുത്തു കൊണ്ടപ്പോ ഇവിടെ വന്ന് ചിണുങ്ങ. ഔസേപ്പച്ചന്റെ മക്കൾ പിന്നെ പോട്ടെ, താടിമാടന്മാര്, വിവരമില്ല. അതുപോലാണോ നീ കുറച്ച് ലോകം കണ്ടതല്ലേ, 4 ലക്ഷം പഠിച്ചതല്ലേ? എന്ന് കരുതി അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് ഞാനത് വകവെച്ചു കൊടുക്കണോ? ആഫ്റ്റർ ഓൾ ഹു ഈസ് ഹി? ആ, അവൻ ആരാന്ന് നിനക്ക് അറിയില്ല, അതുകൊണ്ടുണ്ടായ കുഴപ്പാ. ആരായാലും എനിക്കെന്താ, കണ്ടാലറിയാം. കള്ള ലക്ഷണ മുഖത്ത്. ഫാദർ എന്തിനാ ചിരിക്കുന്നത്? യു ആർ ടീസിംഗ് മീ. നോ മൈ ഡിയർ, ഐ എം സീരിയസ്. അനിമോള് ബൈബിൾ പഠിച്ചിട്ടില്ലേ? വാ, നമുക്ക് അല്പം നടക്കാം. കുക്ഷപ്പേടിനെയും അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക്? ഈ മലഞ്ചെരുവിൽ എബിയൻ കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നേ. ഇപ്പൊ ആനിമോക്ക് തോന്നുന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നെന്ന്? സോറി, ഐ എം റിയലി സോറി. ഹായ് ബലൂൺ. ആഹാ, നല്ല ബലൂൺ.
എന്താ ഇപ്പൊ ചെയ്യുക? തിന്നില്ലെങ്കിൽ കുഞ്ഞന്ന അമ്മ എന്നെ കൊല്ലു അച്ചോ. എന്നെയും. അച്ഛനാ തൊപ്പീനെടുത്ത്. ആ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല മുന്തിരിങ്ങ. താങ്ക്സ്. അച്ചോ കുറച്ച് ഇന്ത്യയിലെ പരിപ്പുണ്ട്, എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇത് തന്നെ അധികമാ. നല്ലതാ അച്ചോ, റാഹേലിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേച്ചതാ. എന്റെ പൊന്നു കുഞ്ഞിനാമേ, എന്നെയോ പരിപോഷിപ്പിച്ച് ഈ പരുവത്തിലാക്കി. പാവം അച്ഛനെങ്കിലും ഒന്ന് വെറുതെ വിട്. ഔസേപ്പച്ചനും ഒന്നും തിന്നത്തില്ല. തിന്നുന്നവരെ എന്തിനാ വെറുതെ മുടക്കുന്നേ? എന്നാ തിന്നച്ചോ. ഗുഡ് ഈവനിങ് ഫാദർ. ആ ഗുഡ് ഈവനിങ്. വരൂ വരൂ. ഇതാ നല്ല മുന്തിരിങ്ങ, കഴിച്ചോ. മോളെ അച്ഛൻ തരുന്നതല്ലേ കഴിക്ക്. വേണ്ട വേണ്ട, അച്ഛൻ കഴിച്ചോളൂ കഴിച്ചോളൂ. എവിടെ പോയി അംഗരക്ഷകന്മാര്? 9 to 4 അവരെ കിട്ടൂല, ക്ലാസ് ഇല്ലേ. പിള്ളേര് സ്കൂളിൽ പോയാ പിന്നെ ആനി നോക്കി എരിപൊരി സഞ്ചാര. സ്കൂൾ വിടുന്ന നോക്കി ഇവള് ഗേറ്റിൽ ചെന്ന് നിൽക്കും തർക്കിട്ടടിക്കാൻ. അല്ലാണ്ട് പിന്നെ ഈ ഓണം കയറാൻ മൂലയിൽ ഞാൻ എന്തെടുക്കാനാ ഫാദർ? ബോറടി എന്ന് പറഞ്ഞാൽ ടെറിബ്ലി ബോറിംഗ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഒരാൾക്ക് മലഞ്ചരക്ക് വ്യാപാരവും വേറൊരാൾക്ക് തീറ്റിപ്പുരാണോ. പറഞ്ഞേക്കാം, ഞാനൊരു ഫലിതം പറഞ്ഞല്ലേ കുഞ്ഞന്നാമേ. ചൂടാവാതെ. വേണ്ട വേണ്ട, മണി എനിക്കൊന്നും വേണ്ട. ഈ കുഞ്ഞന്നാമയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ലല്ലോ. ആ എങ്ങനെ സഹിക്കുന്നുണ്ട് ഔസേപ്പച്ചോ? ഓടിയോ.